അപ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് DLC 026 എന്ന് പറയുന്ന ബ്രോഡ്ബെറി എന്ന് പറയുന്ന ഷെയ്ഡാട്ടോ. അപ്പോൾ നമുക്കിത് ഫസ്റ്റ് ഒന്ന് ഇത് പൊട്ടിച്ച് നോക്കാം. ഇതാട്ടോ ഷെയ്ഡ് വന്നിട്ട്, ഇതാണ് ഷെയ്ഡ് വന്നിട്ട്. അപ്പോൾ നമുക്കിത് ഇട്ട് നോക്കാം. ഇതാട്ടോ ഷെയ്ഡ് വന്നിട്ട്. അടുത്ത് നമുക്ക് ഈ DLC 037 ഹേദർ റെഡ് എന്നാട്ടോ ഷെയ്ഡിൻ്റെ പേര് വന്നിട്ട്. നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. കമാ, ഇതാണ് അടുത്ത ഷെയ്ഡ് വന്നിട്ട്. ഇത് കുറച്ചുകൂടി ഒരു എൻ്റെ ഒരു ബ്രൈറ്റ് കളർ. ഞാൻ എപ്പോഴും ന്യൂഡ് യൂസ് ചെയ്യുന്നത് കൊണ്ട് എൻ്റെ കയ്യിൽ ഇങ്ങനെ റെഡിഷ് ഷെയ്ഡൊന്നും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഷെയ്ഡും കൂടി സെലക്ട് ചെയ്ത് നമുക്കപ്പോൾ ഇതിട്ട് നോക്കാം. ഇതാട്ടോ, ഇത് കുറച്ചുകൂടി ഒരു ഡാർക്കർ ഷെയ്ഡാണെന്ന് തോന്നുന്നു, റെഡ് ആണെങ്കിൽ. ഹേദർ റെഡ് എന്ന് പറയുന്ന ഷെയ്ഡ് വന്നിട്ട് ഇത് ഇങ്ങനെയാട്ടോ. ഇത് കുറച്ചുകൂടി എന്താ പറയുക, കുറച്ചുകൂടി ഒരു റെഡിഷ് ഷെയ്ഡാണ്. കുറച്ചുകൂടി ഒന്ന് ഫേസിനെ ഒന്ന് ബ്രൈറ്റ് ആക്കുന്ന ഷെയ്ഡാട്ടോ ഇത്. എന്തായാലും അവർ ഫ്രീ ആയിട്ട് തരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാട്ടോ ഷെയ്ഡ് വന്നിട്ട്. അടുത്തത് വന്നിട്ട് ഈ DLC 003 എന്ന് പറയുന്ന ഓട്ടം സ്പൈസസ് എന്ന് പറയുന്ന ഒരു ഷെയ്ഡാട്ടോ. നോക്കാം, ഇത് ഞാൻ ന്യൂഡ് നോക്കിയെടുത്താണ്, ഒരു ബ്രൗൺ കളറിൽ നോക്കിയെടുത്തതാണ്. വാഷ് ഔട്ട് ചെയ്യുമോ ആവും. ഈ ഒരു ഷെയ്ഡ് കുഴപ്പമില്ലേ? കുഴപ്പമുണ്ടോ? കൺഫ്യൂഷനോ? എനിക്ക് കുഴപ്പമില്ല അല്ലേ? കുഴപ്പമുണ്ടോ? മനസ്സിലാവുന്നില്ലല്ലോ. എന്തായാലും ഇതാണ് ഷെയ്ഡ്. ഇത് നമുക്കൊന്ന് നോക്കേണ്ടിയിരിക്കുന്നു. DLC 00 എന്ന് പറയുന്ന ക്യാൻഡി എന്ന് പറയുന്ന ഷെയ്ഡാട്ടോ. ഇതും കുറച്ച് ബ്രൈറ്റർ ഷെയ്ഡാണ്. ആദ്യത്തെ ആ ഒരു 25 വാങ്ങിച്ചപ്പോൾ ഇത് തുറക്കാൻ ഭയങ്കര പാടായിരുന്നു. പക്ഷേ ഇത് തുറക്കേണ്ടത് ഇങ്ങനെയാണ് ഗായ്സ്. ഇപ്പോഴാണ് പഠിച്ചത്. സംഭവം ഇതിങ്ങനെയാണ്. ഇങ്ങനെ തുറന്ന് വേണം നമ്മൾ സാധനം പുറത്തെടുക്കാൻ. ഓക്കെ, എന്നാൽ പിന്നെ നമുക്ക് ഇങ്ങനെ തന്നെ എടുക്കാം കേട്ടോ. ഇതിലിപ്പോൾ ഞാനൊരു പ്രോയാണ്. എൻ്റെ കയ്യിൽ ബ്രൈറ്റ് ഷെയ്ഡ്സ് ഇല്ല. അതുകൊണ്ടാണ് ഇപ്രാവശ്യം ഞാൻ 2 ബ്രൈറ്റ് ഷെയ്ഡ്സ് എടുത്തത്. എന്തായാലും ഫ്രീ ആയിട്ട് കിട്ടുന്നത്. ഇതാട്ടോ ഈ ഒരു ക്യാൻഡി എന്ന് പറയുന്ന ഷെയ്ഡ് വന്നിട്ട്. ഇതാണ് നമ്മുടെ ഈ 4 ഷെയ്ഡിൻ്റെ സ്വാച്ച് ചെയ്തത്. എന്തായാലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇത് മാത്രം ചെറുതായിട്ടൊന്ന് പാളിയോ എന്നൊരു സംശയമുണ്ട്. എങ്കിലും ഞാനത് ലിപ് ലൈനർ വെച്ചിട്ട് സെറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട് ഡാസിലറിന്. താങ്ക് യു സോ മച്ച്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ ഒരു ഇത് വെച്ചിട്ട് തന്നെ എൻ്റെ കുറേ ഷോർട്സും കാര്യങ്ങളൊക്കെ ഞാൻ ഇത് വെച്ചിട്ട് തന്നെ ചെയ്യും. അപ്പോൾ ഇതുപോലത്തെ ഉള്ള വീഡിയോസിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കട്ടെ.